ഞാൻ പറയണം, നീ പറയരുത്. അപ്പം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് മേമ? നമ്മളിന്ന് കാച്ചാറാണ് ഉണ്ടാക്കുന്നത്. നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജ് മാത്രമായിട്ട് കാച്ചാറ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പച്ചക്കറികൾ മാത്രം ഇട്ടിട്ട് കായ്ച്ചാറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗായ്സ്. കമോ. തുവരപ്പരിപ്പും കടലപ്പരിപ്പും ഒരേ അളവിലെടുത്ത് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് കേട്ടോ. കുക്കറിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ, ചെറിയ ജീരകം, കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ പെരിഞ്ജീരകം കൂടി ഇടേണ്ടതാണ്. പക്ഷേ നമ്മൾ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം കൂടി വേറെ പൊടിച്ച് വെച്ചത് കൊണ്ട് നമ്മൾ ആ മസാലപ്പൊടി ഇതിൽ ഓൾറെഡി ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ പെരിഞ്ജീരകം ചേർക്കുന്നില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെരിഞ്ജീരകം കൂടി ഇട്ടൊന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഞങ്ങൾക്ക് ശരിക്കും ഡാൻസ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഹോബി എന്ന് പറയുന്നത് കുക്കിംഗ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിൽ എല്ലാവരും കൂടി എവിടെയെങ്കിലും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും കേട്ടോ കുക്കിംഗ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ കൂടെയുള്ളത് 2 മേമമാരാണ്. പിന്നെ വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാണ് കുക്കിംഗ് പരിപാടി. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ആക്കാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അടുക്കി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി അടുത്ത പരിപാടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കണം. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെയാണ് മസാലപ്പൊടി. ഞങ്ങളിവിടെ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, ജാതിക്ക അങ്ങനെ എല്ലാം കൂടി പൊടിച്ച് വെച്ചൊരു പൊടിയുണ്ട്. അതെൻ്റെ മേമയുടെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണത്. അപ്പോൾ അതും അടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ആ പൊടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് കറികൾ വെക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു പിഞ്ച് അളവിൽ ഈ മസാലപ്പൊടി കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. അങ്ങനെ ആ മസാലപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി തീയൊക്കെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാലയൊക്കെ ഇട്ടൊന്ന് ചൂടാക്കാനായിട്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പറയുന്നത് പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറിയാണുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചിക്കനൊക്കെ വഴറ്റി എടുക്കുന്ന പോലെ ഈ പച്ചക്കറികളിലും നന്നായി ഇളക്കി മസാലകളൊക്കെ കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് മസാലകളൊക്കെ അതിൽ പിടിക്കുമല്ലോ. മാത്രമല്ല വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ ഈ ചീനച്ചട്ടിയിൽ. ഇനി ഞങ്ങളിത് ഈ കുക്കറിലേക്ക് മാറ്റും. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പുകളൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടിയിട്ട് ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുക. ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നേരത്തെ പുളി വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറഞ്ഞല്ലോ, ആ പുളി കൂടി നന്നായി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ഫുൾ ഫ്ലെയിമിലായിരിക്കുമ്പോൾ വേണം കേട്ടോ പുളി ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ അങ്ങനെ കല്ലിച്ച് നിൽക്കും. ഇനി അടുത്തത് അതിലേക്ക് തേങ്ങ, വെറുതെ തേങ്ങ മാത്രം കേട്ടോ, തേങ്ങയൊന്നും ഇടേണ്ടതില്ല, വെറും തേങ്ങ മാത്രം അരച്ചത് ചേർത്ത് കൊടുക്കാം. പുളി നന്നായി തിളച്ചതിന് ശേഷം വേണം ഗൈസ് തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തേങ്ങയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇതിന് ഉപ്പും മുളകും നോക്കാം. ഇപ്പം മുളക് പൊടിയും ആവശ്യത്തിന് നമുക്ക് ഇടാം. നമുക്ക് ഇത് മതി. ഇതിലെന്തെങ്കിലും കുറവുണ്ടെന്ന് വെച്ചാൽ നമുക്കതിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ്, പുളി, ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ അമ്പിളിമേമയും രാധികമേമയൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ചിക്കൻ ഇല്ലാതെ വെക്കുന്ന ഇതല്ലേ, അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഗൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഗീ റൈസ് പിന്നെ ദോശ ഇഡലിക്കൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ റൈസാണ് ഞങ്ങളിപ്പോൾ ഗീ റൈസും കായ്ച്ചാറും കൂട്ടിയിട്ടാണ് ഗൈസ് കഴിക്കാൻ കഴിക്കാൻ പോകുന്നത്. ബൈ.